നാളെയാണ് അല്ല, ഇന്നാണ് ആ ദിനം. 25 കോടി അടിക്കുന്ന ഭാഗ്യവാനെ കണ്ടെത്തുന്ന ദിവസം ഇന്നാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം മെമ്പർ നറുക്കെടുപ്പ് ഇന്ന് 2 മണിക്ക് നടക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി നടക്കാനിരുന്ന നറുക്കെടുപ്പാണ് പ്രളയത്തെ തുടർന്ന് ഈ ദിവസത്തേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് കുറച്ച് ലോട്ടറിക്കാരുടെ വിശേഷങ്ങളാണ്. അതെ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കച്ചവടം വളരെ മോശമാണ്. ഇതിലും വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. ബമ്പർ നമുക്ക് സാധാരണ ഒരുപാട് പോകുന്നതാണ്. ഈ പ്രാവശ്യം 100-നകത്തേ പോയുള്ളൂ. 350 ടിക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നതാണ്. 100-നകത്തേ പോയിട്ടുള്ളൂ. അത് കച്ചവടം സർക്കാർ ഈ പ്രൈസുകൾ കൊടുക്കാത്തതിൻ്റെ കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അത് 25 കോടി എന്നും പറഞ്ഞ് മേടിക്കുന്നിട്ട് പൊതുജനങ്ങൾ കൈ കിട്ടുന്നത് 25 കോടി അടിക്കുമ്പോഴത്തേ പകുതി പോലും ഇല്ല. നമ്മൾ മേടിക്കുന്നത് 500 രൂപ എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ച് മേടിക്കുകയാണ്. 500 രൂപ 25 കോടി എന്ന് പറയുമ്പോൾ അത് ഈ വീടാണ് ജനങ്ങൾ 500 രൂപ കൊടുക്കുന്നത്. ഈ പകുതി കുറച്ച് പിന്നെ വർഷം ടാക്സ് 2 കോടി രൂപ കൊടുക്കണം. ഇപ്പൊ 28% ഉണ്ടായത് ഇപ്പൊ 40%. നമസ്കാരം. എൻ്റെ പേര് രാജൻ. ലോട്ടറി രംഗത്ത് ഞാൻ 90-ൽ തുടങ്ങി. 90-ൽ വയ്ക്കാൻ നിവൃത്തിയില്ലാഞ്ഞ് ഞാൻ 1000 രൂപ പലിശക്കെടുത്ത് ബിസിനസ് തുടങ്ങി 3-ാമത്തെ മാസം ലൈസൻസ് എടുത്താണ് തുടങ്ങിയത്. 5 ലക്ഷം കാറും തോണിപ്പാറയിലടിച്ച്. ടിക്കറ്റിൻ്റെ വില കൂടുതലും പിന്നെ പ്രൈസ് ഒട്ടും ഇല്ല. കൂട്ടി വില ഞങ്ങൾക്ക് കൂട്ടി. നമുക്ക് തുച്ഛ പൈസ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കമ്മീഷൻ വെട്ടി കുറച്ചു. ജനങ്ങളിപ്പം ടിക്കറ്റ് എടുക്കുന്നില്ല. ബുദ്ധിമുട്ടിലാണ്. ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഈ കടയിൽ കയറിയിട്ട് 3 കൊല്ലമായി. മൊത്തത്തിൽ 10 കൊല്ലം കൊണ്ട് ഞാൻ കച്ചവടം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നേട്ടമില്ല, കോട്ടമായതുകൊണ്ടാണ് പിന്നെ കൂലിക്ക് കടയിൽ കയറിയത്. ലോട്ടറിയുടെ പെൻഷൻ അവർ ഇത് കിട്ടുന്നതിന് മറ്റേ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 6000 രൂപ തിരിച്ചു തന്നു. 10 വർഷം അടച്ചപ്പം 6000 രൂപ തിരിച്ചു തന്നു. ലോട്ടറിക്കാർക്ക് ഒരു പെൻഷൻ ഉണ്ടെങ്കിൽ മറ്റേ കിട്ടത്തില്ല. മന്ത്രിമാർക്കും MLA-മാർക്കൊക്കെ വിവിധ പെൻഷനുകളുണ്ട്. ഉണ്ട്. അത് കുഴപ്പമില്ല. പാവപ്പെട്ടവർ നമ്മളെ പോലെയുള്ള കാര്യം ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. 2023 9-ാം മാസം 30-ാം തീയതി നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അത് 70 ലക്ഷം. അല്ല, അത് ബംഗാളിയാണ്. അതെ, 50 ശേഷം പിന്നെ വലുതായിട്ടുള്ള കച്ചവടം ഇല്ല. 500 ടിക്കറ്റ് വിറ്റോണ്ടിരുന്നത് ഇപ്പം 120, 150 ടിക്കറ്റാണ് പോകുന്നത്. ഓണം മെമ്പർ 3 എണ്ണം ഉണ്ട്. അത് പറയാക്കില്ല. അത് കറക്കിയിടുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരല്ലേ. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. ദൈവത്തിൻ്റെ കടാക്ഷ. നമ്പരല്ല, ഒറ്റ നമ്പറാണ്. പക്ഷെ സീരിയസ് വ്യത്യാസം തന്നെയുള്ളൂ. ഓക്കെ. Jewel Junction Media.